പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലോചിക്കുകയായിരുന്നു മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാല് ഒരു പ്രവാഹമല്ലേ അത് അല്ലേ? അത് പല കാലങ്ങൾ 3 കാലങ്ങൾക്കിടയിലൂടെ അതിങ്ങനെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഭൂതം, വർത്തമാനം, ഭാവി ഇങ്ങനെയുള്ള കാലങ്ങളിലൂടെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതം. അപ്പൊ ഈ പലപ്പോഴും നമ്മുടെ മാനസികാവസ്ഥയെ നിർണയിക്കുന്നത് കാലമാണ് ല്ലേ? ഞാനിപ്പോ കുട്ടിക്കാലത്തുള്ള ഞാനല്ല അന്നുള്ള ചിന്തകളാണോ ഇന്ന് എനിക്കുള്ളത്? എന്റെ ഭൂതകാലായിരുന്നു. ഭൂതത്തിലുള്ള മനസ്സല്ല എനിക്കിപ്പോ ഉള്ളത്, വർത്തമാനത്തിലുള്ളത്. പിന്നെ നാളെ നമുക്ക് വന്നു ചേർന്നിട്ടില്ല. നാളത്തെ മനസ്സ് എങ്ങനെയാന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അല്ലേ? അപ്പൊ പോയ കാലത്ത് നമുക്ക് പലതും ഉണ്ടായിട്ടുണ്ടാവും. സന്തോഷം, ദുഃഖം, ചില നഷ്ടങ്ങൾ, ചില പിഴവുകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. അത് ഉള്ളിൽ അതൊരു ഇരുണ്ട നിഴലായിട്ട് നമ്മൾ കൊണ്ട് നടക്കരുത് ട്ടോ. അങ്ങനെ നമുക്ക് കുറേ ഡിപ്രഷനും, സ്ട്രെസ്സും, ആങ്സൈറ്റിയും ഒക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാവാറുണ്ട് ല്ലേ? അപ്പൊ നമ്മുടെ മനസ്സില് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അല്ല അങ്ങനെ ഞാൻ എന്തേ ചെയ്തില്ല, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഉന്മേഷം കെടുത്താൻ പാടില്ല ട്ടോ. പിന്നെ വർത്തമാനകാലം എന്ന് പറഞ്ഞാല് നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ടല്ലേ? വർത്തമാനകാലത്ത് ഏത് മനുഷ്യനും പല പല ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ ഈ ഉത്തരവാദിത്തങ്ങൾ, പ്രതിസന്ധികൾ, പല പല ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ മേലുണ്ടൊക്കെയോ പ്രതീക്ഷയുണ്ട്. ഇതൊക്കെ ആലോചിച്ചിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുന്നവരാണ് അധികം. അപ്പൊ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും പർവ്വതാകാരമായിട്ടാണ് പലരും കാണുന്നത്. അയ്യോ എന്നെ കൊണ്ട് കഴിയോ? അപ്പൊ ഇനിയും നടന്നിട്ടില്ലാത്ത, സംഭവിച്ചിട്ടില്ലാത്ത ഭാവിയെ കുറിച്ചിട്ട് ആങ്സൈറ്റി, അനിശ്ചിതത്വത്തിലേക്ക്, അത് അനിശ്ചിതമായിട്ടുള്ള കാര്യങ്ങളെ ഓർത്തിട്ട് നമ്മൾ വിഷമിക്കുന്നതിനാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഈ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെ എന്താവും എൻ്റെ ജീവിതം? എങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്? എന്ന ചോദ്യങ്ങൾ മനസ്സിനെ അലട്ടുമ്പോൾ നമുക്ക് സന്തോഷം അനുഭവിക്കാനാവാതെ പോവാണ്. ഇന്നിന്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല അല്ലേ? നാളെ എന്താവും എന്നുള്ള നാളെ കടന്നിട്ട് ആലോചിച്ചാ പോരെ? അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ അവസ്ഥയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു ലഘുവായ പാഠം പഠിക്കണം. കാരണം ഭൂതം എന്ന് പറഞ്ഞാല് ഭൂതകാലം നമ്മളെ പലതും പഠിപ്പിച്ചു ല്ലേ? അതൊക്കെ അതിലൊന്നും വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. വർത്തമാനം എന്നുള്ളത് നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. അതിന് ഭയമൊന്നും ആവശ്യമില്ല. ഭാവി എന്നതെന്താണ്? ഭീതിയോടെ കാത്തിരിക്കേണ്ട ഒന്നല്ല, അത് സന്തോഷത്തോടെ കാത്തിരിക്കേണ്ടതാണ് ഭാവി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പലതരം ആങ്സൈറ്റികളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൊണ്ട് ജീവിതം നരകതുല്യമാക്കേണ്ടതുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്നത്തെ ജീവിതം ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് ഇടപെടുക, എല്ലാവരെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി പ്രിയപ്പെട്ടവരെ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം ട്ടോ.